ഏപ്രിൽ 1 ഒരു പുതിയ സാമ്പത്തിക വർഷം കൂടി വന്നു ചേർന്നിരിക്കുകയാണ്. എല്ലാ കാര്യത്തെയും പോലെ ഇതും ഒരു ആരംഭശൂരത്വമൊക്കെ നമ്മൾ പലപ്പോഴും കാണിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു കൺട്രോൾ വേണം, എഴുതി വെക്കണം എന്നൊക്കെ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് പോകും. കുട്ടികളിൽ ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാതെ കുഞ്ഞുങ്ങൾ ഒരു പരിധി കഴിഞ്ഞ് വലുതായിട്ട് നിനക്ക് കാശിന്റെ വില അറിയോ, എങ്ങനെയാണ് അത് ഉണ്ടാക്കണമെന്ന് അറിയോ എന്നൊക്കെ ചോദിച്ച് അവരോട് ചൂടായിട്ടൊരു കാര്യമില്ല. അപ്പോൾ ചെറുപ്പം തുടങ്ങിയ തന്നെ സമ്പാദ്യശീലത്തിനെ കുറിച്ച്, എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്, അതിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച്, പണത്തിന്റെ മൂല്യത്തിനെ കുറിച്ച്, അതിന്റെ പവറിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് നോക്കുക. ചെറിയ ചെറിയ ബോക്സുകളൊക്കെ അവർക്ക് കൊടുക്കുക സേവിങ്സിന് വേണ്ടിയിട്ട്. നമ്മുടെ വീടുകളിൽ ഇപ്പം ഗാർഡനിങ്ങോ അതല്ലെങ്കിൽ ക്ലീനിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവരോട് ചെയ്യാൻ പറയാം. എന്നിട്ട് അതിന് കൃത്യമായിട്ട് ഒരു ചെറിയ എമൗണ്ട് കൊടുക്കുക. അത് അതിൽ നിന്ന് എടുക്കരുതെന്നും ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് വേണ്ടി കാത്തു വെക്കാനൊക്കെ പറയാം. പിന്നെ കുട്ടികളെ നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ചില പാരൻസ് ഇങ്ങനെ ഒരു മൂലയ്ക്ക് കയ്യും കെട്ടി നിന്ന് ഇങ്ങനെ നോക്കും. എൻ്റെ ചെറുപ്പത്തിലൊന്നും സാധിച്ചിട്ടില്ല, അവരവർക്ക് ഇഷ്ടമുള്ളത് എടുക്കട്ടെ എന്ന്. അവര് ഇഷ്ടമുള്ളത് എടുക്കാൻ പറഞ്ഞാൽ അവരൊക്കെ എടുക്കും. അവർ ആ പണത്തിന്റെ മൂല്യമോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നോ ഒന്നും അറിയില്ല. അതിന് പകരമായിട്ട് ഒരു സാധനം എടുത്തിട്ട് വരുമ്പോൾ നിനക്കത് അത്യാവശ്യമാണോ, നീ ഇത് ഉപയോഗിക്കുമോ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഇഷ്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ കളയോ എന്നൊക്കെ ഒന്ന് ചോദിച്ചതിന് ശേഷം മാത്രം വാങ്ങിക്കൊടുക്കാനായിട്ട് നോക്കുക. തുടക്കത്തിലൊക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് ഒരു ചെറിയ പണക്കമൊക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും എന്തിനാണ് എനിക്ക് ചില കാര്യങ്ങളിൽ നിയന്ത്രണം വെച്ചതെന്ന്. അപ്പോൾ പുതിയൊരു സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പുതിയ സാമ്പത്തിക എന്താ പറയാ അറിവുകൾ പകർന്നു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.